അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്തഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീക്കും അവ്വലം ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മതം നമ്മിൽ ചുമത്തുന്ന ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തത്തോടും മറ്റു മനുഷ്യരോടും നമ്മൾ ഏറ്റിട്ടുള്ള ചുമതലകളോടും അതേപോലെ നമ്മുടെ അയൽവാസികളോടുമൊക്കെയുള്ള കടമകൾ ഇതിനകം നമ്മൾ പറഞ്ഞു വച്ചു. ഇന്ന് മനുഷ്യർ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ അനുഭവിക്കുന്ന ചൂടിനെ സംബന്ധിച്ചാണ്. ആഗോള താപനം, പ്രളയം, കാലാവസ്ഥാ വ്യതിയാനം, ഇതൊക്കെ സമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രകൃതിയിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങളിൽ മനുഷ്യർ എന്ന നിലയിൽ നമുക്ക് വല്ല പങ്കുമുണ്ടോ എന്നൊരന്വേഷണം പ്രമാണങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ചൂട് കൂടിയാൽ എന്താണ് സംഭവിക്കുക? ചൂട് കൂടിയാൽ ധ്രുവങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകി സമുദ്രനിരപ്പ് കൂടുകയും നമ്മുടെ കരയുടെ പല ഭാഗങ്ങളും കടലെടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം. മറ്റൊന്ന്, ക്രമം തെറ്റി പെയ്യുന്ന മഴയും അതേപോലെ തന്നെ പ്രളയവും വരൾച്ചയുമൊക്കെ അതുവഴിയായി ഉണ്ടാകും. ജീവിവർഗങ്ങളുടെ നാശങ്ങളുണ്ടാകും. മനുഷ്യർ എന്നുള്ള നിലയിൽ നമ്മൾ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും. പകർച്ചവ്യാധികൾ ഉണ്ടാകും, ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ഈ നേർക്കുനേരെ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. മനുഷ്യരുടെ തെറ്റായ ജീവിത രീതികളും പ്രകൃതി വിഭവങ്ങളോട് അവർ വച്ചു പുലർത്തുന്ന ചൂഷണങ്ങളുമാണ് ഇതിൻ്റെ വലിയൊരു കാരണമെന്നാണ് ഈ രംഗത്ത് പഠനങ്ങൾ നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചിട്ടുള്ളത്. ആമുഖമായി ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറ റൂമിലെ 41-ാമത്തെ വചനമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു എന്താണ് നമ്മളോട് പറയുന്നത്? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലുമൊക്കെ കുഴപ്പങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. ബിമാ കസബത്ത് ഐദിൻ നാസ്. ജനങ്ങളുടെ കരങ്ങൾ സമ്പാദിച്ചത് നിമിത്തം. ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ. അവർ പ്രവർത്തിച്ചതിൻ്റെ ചിലതിൻ്റെ ഫലം, അനന്തരഫലം അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി അത്രേ അത്. ലഅല്ലഹും യർജിഊൻ. അവരൊരു വേള മടങ്ങിയേക്കാമല്ലോ. അപ്പോൾ വളരെ കൃത്യമായി ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്
കരയിലും കടലിലും കാണുന്ന എല്ലാ കുഴപ്പങ്ങളും, ആ കുഴപ്പങ്ങളുടെ ഒരു മൂലകാരണം മനുഷ്യരുടെ തെറ്റായ അധ്വാനത്തിൻ്റെ ഫലമാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഖുർആനിൽ അമാനത്തിനെ സംബന്ധിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ 1-2 ആഴ്ച പരാമർശിച്ചു പോയിട്ടുള്ളതാണ്. നമ്മൾ ഈ അധിവസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും സ്വന്തമല്ല. അള്ളാഹു അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ ഒരു അമാനത്തായി പടച്ചവൻ നമ്മളെ ഏൽപ്പിച്ചതാണ്. ഭൂമിയിലെ ഖലീഫയായി ആദമിനെ അള്ളാഹു നിയോഗിച്ചു എന്ന് പറഞ്ഞു. ആദമിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ മനുഷ്യർ ഈ ഖിലാഫത്ത് അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവാദിത്വം അത് യാതൊരു പരിക്കും കൂടാതെ കൃത്യമായി നിർവഹിച്ചു പോകേണ്ട ആളുകളാണ് നമ്മൾ. അതിനു പകരം നമ്മൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു ആയത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ്: വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. അള്ളാഹു ഭൂമിയെ വളരെ നല്ല രീതിയിൽ സംവിധാനിച്ച ശേഷം നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത്. പടച്ചവൻ നമ്മളോട് പറയാണ്. എന്താണ് ഈ ഇഫ്സാദ് അല്ലെങ്കിൽ കുഴപ്പം എന്ന് പറയുന്നത്? അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇഫ്സാദായി, കുഴപ്പമായി ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യർ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ബന്ധങ്ങൾ, അവർ കൈയാളുന്ന ഉത്തരവാദിത്തങ്ങൾ, അതേപോലെ തന്നെ ഇടപെടലുകളിലുള്ള നീതിയും അതേപോലെ തന്നെ ക്രമവും പാലിക്കുക എന്നതൊക്കെയും ഈ ഇഫ്സാദിനെ ഒഴിവാക്കി നിർത്തേണ്ടുന്ന ഭാഗമാണ്. അപ്പോൾ ഇഫ്സാദ് നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നു. ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറ അറാഫിലെ 85-ാമത്തെ വചനത്തിൽ മദിയൻ നിവാസികളോട് ഷുഐബ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിച്ചിരുന്ന ആ സമൂഹത്തോട് അദ്ദേഹം പറയുന്ന ഉപദേശങ്ങളിൽ കാണാവുന്നതാണ് വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഭൂമിയിൽ നന്മ വരുത്തിയ ശേഷം, അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ സംവിധാനിച്ച ശേഷം നിങ്ങളവിടെ കുഴപ്പമുണ്ടാക്കരുത് എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അതിനെയാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഈ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. വളരെ കൃത്യമാണ്, സൂക്ഷ്മമാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കലണ്ടറിൽ ഇന്ന് രാവിലെ സൂര്യൻ എത്ര മണിക്കാണ് ഉദിക്കുക എന്ന് നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റുന്നത്. 10 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് ഇപ്പോഴേ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നത് ഇത് വളരെ കണിശവും സൂക്ഷ്മവുമായതുകൊണ്ടാണ്. അങ്ങനെ വളരെ കണിശവും സൂക്ഷ്മവുമായിട്ടുള്ള ഈ സംവിധാനത്തിന് എന്തെങ്കിലും ഒരു പരിക്കേൽപ്പിക്കാൻ ഈ ലോകത്തെ ഒരു ജന്തുജാലങ്ങളെ കൊണ്ടും കഴിയില്ല. നമ്മൾ ക്രൂരമായ ജന്തുക്കൾ എന്ന് പറയുന്ന സിംഹമോ കടുവയോ ചീറ്റയോ ഒക്കെ വിചാരിച്ചാലും ഈ സംവിധാനങ്ങളിൽ ഒരു പരിക്കേൽപ്പിക്കുക സാധ്യമല്ല. കാരണം അവറ്റകൾ ഒന്നും തന്നെയും അമാനത്ത് ഏറ്റെടുത്തിട്ടില്ല. ഇന്നാ അറളിനൽ അമാനത്ത അലസ്സമാവാത്തി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിലഹ. ഈ അമാനത്തിനെ അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും ഒക്കെ നേരെ കാണിച്ചപ്പോൾ അവയെല്ലാം അത് വിസമ്മതിക്കുകയും ഏറ്റെടുക്കാതെ മാറുകയും ചെയ്തു എന്നാണ്. വഹമലഹൽ ഇൻസാൻ. അമാനത്തിനെ മനുഷ്യൻ ഏറ്റെടുത്തു. ഇന്നഹു കാന ലലൂമൻ ജഹൂല. എന്നിട്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാതെ അവൻ അക്രമിയും വിവരമില്ലാത്തവനും ബുദ്ധിയുമായി മാറിയെന്ന് ഖുർആനിലെ 33-ാമത്തെ അധ്യായത്തിലെ ഒടുവിലത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ അമാനത്തുകൾ കൃത്യമായി സൂക്ഷിക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഈ അമാനത്തിൽ നിങ്ങൾ വരുത്തുന്ന പോരായ്മകളെ അള്ളാഹു പിടികൂടും. അതാണ് അള്ളാഹു ആ അവധി വച്ച ആയത്തിൽ തന്നെ പറഞ്ഞത് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. നിങ്ങൾ ചെയ്തു വച്ചതിൻ്റെ അനന്തരഫലം നിങ്ങളെ ഇടക്കൊന്ന് ആസ്വദിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. എന്തിനു വേണ്ടി? ലഅല്ലഹും യർജിഊൻ, നിങ്ങൾക്കൊരു മടക്കമുണ്ടാകാൻ വേണ്ടി. ചെയ്തു പോയത് തെറ്റായിപ്പോയല്ലോ എന്ന് മനസ്സിലാക്കി നേരെ ചൊവ്വ നിലപാടുകൾ സ്വീകരിക്കുക എന്ന അർത്ഥത്തിലാണത് പറയുന്നത്. ഖുർആനിൽ നമ്മൾ കാണുന്ന മറ്റൊരു ടേമാണ് മീസാൻ എന്ന് പറയുന്നത്. മീസാൻ നമുക്കൊക്കെയും അറിയാം, തുലാസ് എന്നാണ്.
തുലാസിലെ നന്മയുടെ തുലാസ് അമ്മാമൻ അമ്മൽ ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്തുൽ ഖാരിയയിൽ നമ്മൾ പറയുന്നുണ്ട്. ആരുടെ തുലാസിലാണോ ഫമൻ സഖുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. തുലാസിൽ നന്മയുടെ ഭാഗം കനന്നൂങ്ങുന്നത് ആരാണോ അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കുമെന്ന്. അതേപോലെ തന്നെ ആ തുലാസ് കമ്മി വരുത്തുന്നവൻ ആരാണോ അവൻ തീർച്ചയായും അവൻ്റെ സങ്കേതം നരകമായിരിക്കുമെന്നും പറയുന്നുണ്ട്. പഠിക്കുന്നവരാണ് നമ്മൾ. തുലാസിനെ സംബന്ധിച്ചുള്ള വിപുലമായിട്ടുള്ള മറ്റു വചനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഖുർആനിലെ 42-ാമത്തെ അധ്യായം സൂറ ഷൂറയിലെ 17-ാമത്തെ വചനം, അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖ് വൽ മീസാൻ. അല്ലാഹുല്ലദീ അവനാണ് അൻസലൽ കിതാബ് കിതാബിനെ അവതരിപ്പിച്ചവൻ, വേദഗ്രന്ഥത്തെ ഇറക്കി തന്നവൻ അവനാണ്. ബിൽ ഹഖ് വൽ മീസാൻ സത്യപ്രകാരവും അതേപോലെ തന്നെ ന്യായവുമായി കൊണ്ട് തുലാസും അവൻ ഇറക്കുകയുണ്ടായി. വേദഗ്രന്ഥം ഇറക്കി എന്ന് പറയേണ്ട കൂടെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് വൽ മീസാൻ എന്നും. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പൗരാണിക തഫ്സീറായിട്ടുള്ള തഫ്സീർ തുബിരിയിൽ ഇമാം തുബിരി പറയാണ് വ അൻസലൽ മീസാന വഹുവൽ അദിൽ. മീസാൻ ഇറക്കി എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള വിവക്ഷ നീതിയാണ്, നീതിയോടുകൂടി വർത്തിക്കുക എന്നതാണ്. ഇബ്നു കസീർ പറയാ അൽ അദ്ലു വൽ ഇൻസാഫ്, നീതിയും ന്യായവുമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യർ പരസ്പരം പാലിക്കേണ്ടുന്ന ആ ഒരു ചുറ്റുപാടുകളിൽ അവർ സ്വീകരിക്കേണ്ടുന്ന നീതിമുറയെ പറ്റിയാണ് പറയുന്നത്. അതേപോലെ തന്നെ അവർ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആവാസ വ്യവസ്ഥകളോടും അവർ നീതി പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇമാം ഖുർത്തുബി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയാണ് വഖാലൽ ഖത്താദയെ അദ്ദേഹം ഉദ്ധരിക്കുന്നു, അൽ മീസാനു അദ്ലുൻ ഫീമാ അമറ ബിഹി വനഹ അൻഹു. ഓരോ കൽപ്പനകൾ പാലിക്കുന്നിടത്തും വിരോധങ്ങൾ ഒഴിവാക്കുന്നിടത്തും ഈ നീതി നിങ്ങൾ കൃത്യമായി പാലിക്കണം. അവിടെ ഏതെങ്കിലും നിലക്കുള്ള അതിക്രമമോ അന്യായമോ കൂടിക്കലർത്തരുത് എന്നതാണ് അതുകൊണ്ട് വിവക്ഷയായിട്ടുള്ളത്. ഖുർആനിലെ 55-ാമത്തെ അധ്യായം സൂറ റഹ്മാനിലെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു വീണ്ടും പറയുന്നുണ്ട് വസ്സമാഅ റഫഅഹ, ആകാശത്തെ ഉയർത്തിയവൻ അവനാകുന്നു. വവളഅൽ മീസാൻ, കാര്യങ്ങളിൽ ശരിയും തെറ്റും തൂക്കിക്കണക്കാൻ പറ്റുന്ന തുലാസിനെ അവൻ സ്ഥാപിക്കുകയും ചെയ്തു. മനുഷ്യർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന നീതിമുറയെ സംബന്ധിച്ചാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. 57-ാമത്തെ അധ്യായം സൂറ ഹദീദിലെ 25-ാമത്തെ വചനം ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, തീർച്ചയായും നമ്മുടെ ദൂതന്മാരെ കൃത്യമായ തെളിവുകളോടുകൂടി നാം അയക്കുകയുണ്ടായി. വ അൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ, അവരോടൊപ്പം നാം വേദഗ്രന്ഥവും മീസാനും അവതരിക്കുകയുണ്ടായി, തുലാസും ഇറക്കുകയുണ്ടായി. എന്തിനു വേണ്ടി? ലിയഖൂമന്നാസ ബിൽ ഖിസ്ത്, ജനങ്ങൾ നേരെ ചൊവ്വെ നീതിയോടുകൂടി വർത്തിക്കാൻ വേണ്ടി. മീസാൻ പറഞ്ഞെടുത്ത് തന്നെയും വിശദീകരണമായി അല്ലാഹ് തന്നെ പറയാണ് ലിയഖൂമന്നാസ ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളാൻ വേണ്ടി. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയാം മാ യഅമലുന്നാസു വയതആതൂന അലൈഹി ഫിദ്ദുനിയ വി മആശിഹി, മനുഷ്യർ ഈ ദുനിയാവിൽ അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ പ്രവർത്തനങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകളിൽ അല്ലത്തി യഅഖുദു വയഉത്തൂൻ, അവർ സ്വീകരിക്കുകയും നൽകുകയും ചെയ്യുന്നതിൽ യഅഖുദൂന ബിൽ മീസാൻ, എന്തെങ്കിലും എടുക്കുമ്പോൾ നീതിപൂർവമായിരിക്കണം. വയഉത്തൂന ബിൽ മീസാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോഴോ ഏതെങ്കിലും സമർപ്പിക്കുമ്പോഴോ അതും നീതിപൂർവമായിരിക്കണമെന്ന് ഇമാം തുബിരി പറയാണ്. അപ്പോൾ മീസാൻ എന്നുള്ളത് വളരെ വ്യവസ്ഥാപിതമായി ഒരു വിശ്വാസി അല്ലെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ രംഗത്തും നീതിപൂർവമായ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ നടപടിക്രമങ്ങളെ വച്ചു പുലർത്താൻ പാടുള്ളൂ എന്നാണ് ഖുർആൻ അവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. 55-ാമത്തെ അധ്യായം സൂറ റഹ്മാനിലെ 8-ാമത്തെ വചനത്തിൽ ഒന്നുകൂടി പറഞ്ഞു അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, മീസാനിൽ നിങ്ങൾ ക്രമക്കേട് വരുത്തരുത്. അള്ളാഹു സ്ഥാപിച്ച അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് അമാനത്തായി നിങ്ങളെ ഏൽപ്പിക്കുന്ന ഈ കാര്യത്തിൽ നിങ്ങൾ ക്രമക്കേട് വച്ചു പുലർത്തരുത് എന്ന് അവിടെ കൃത്യമായി അള്ളാഹു സൂചിപ്പിക്കുകയാണ്.
ഈ മീസാൻ പോലെ തന്നെയാണ് ഇവിടുത്തെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ വ്യവസ്ഥകളിൽ നമ്മൾ കാണിക്കുന്ന അതിരുവിട്ട ഏതൊരു സമീപനവും തീർച്ചയായും വലിയ പരിക്കുകൾ ഏൽപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തതാണ്. മനുഷ്യരുടെ ആർത്തിയും ഭൗതിക വിഭവങ്ങളോടുള്ള ചൂഷണ മനോഭാവവുമാണ് നമ്മുടെ പ്രകൃതിയിലെ വലിയ സൗന്ദര്യമായി, അല്ലെങ്കിൽ പ്രകൃതിയുടെ കൃത്യമായ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ ഈ ലോകത്തെ നിലനിർത്തുന്ന കുന്നുകളും അതേപോലെ തന്നെ ഇവിടുത്തെ നദികളും വനങ്ങളുമൊക്കെ നശിപ്പിക്കപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രകൃതി വിഭവങ്ങളോട് മനുഷ്യൻ വലിയ ക്രൂരമായ സമീപനമാണ് വെച്ചു പുലർത്തുന്നത്. അവൻ്റെ ആർത്തിയാണ്. അവന് കഴിഞ്ഞാൽ പോരാ, അവൻ്റെ 2 തലമുറക്ക് കഴിഞ്ഞാലും പോരാ, വീണ്ടും വീണ്ടും ഉണ്ടാകണമെന്നുള്ള അമിതമായ ആസക്തിയാണ് കുഴപ്പങ്ങൾക്ക് കാരണം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മനുഷ്യരുടെ ഒരു സ്വഭാവം പറയുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ലൗ അന്ന ലി ഇബ്നി ആദം, ആദമിൻ്റെ പുത്രന് വാദിയൻ മിനൽ ദഹബ്, സ്വർണത്തിൻ്റെ ഒരു താഴ്വര അവനുണ്ടെങ്കിൽ, അഹബ്ബ അൻ യകൂന ലഹു വാദിയാനി മിനൽ ദഹബ്, അവൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ ഒരു താഴ്വര കൂടി സ്വർണം ഉണ്ടായെങ്കിൽ. അയാൾക്ക് ഒരു താഴ്വര നിറയെ സ്വർണമുണ്ട് എന്ന് സങ്കല്പിക്കാം. അവിടെ കൊണ്ട് അയാൾക്ക് അവസാനിക്കുന്നില്ല. അയാൾ വിചാരിക്കുന്നത് ഒരു താഴ്വര കൂടി ഉണ്ടായെങ്കിൽ. ഒരു താഴ്വരയൊക്കെ ആയിട്ട് എന്നാണ് അയാളുടെ മനോഭാവം എന്ന് പറയുന്നത്. എന്നിട്ട് റസൂല് പറയാം, വലൻ യംലഉ ഫാഹു ഇല്ല തുറാബ്, അവൻ്റെ വായു നിറയണമെങ്കിൽ അവിടെ മണ്ണ് ചെല്ലണമെന്നാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് 102-ാമത്തെ അധ്യായം ഓതിക്കേൾപ്പിച്ചു. ഏതാണത്? അൽഹാക്കു മുത്തക്കാസുർ, മതിവരായിക, പെരുമ നടിക്കൽ മനുഷ്യനെ അശ്രദ്ധനാക്കിയിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മക്കാബിർ, അവനവൻ്റെ കബറിടം സന്ദർശിക്കുന്നത് വരെ. മനുഷ്യരുടെ ഈ ആസക്തി മനുഷ്യൻ ജീവിക്കുന്ന എല്ലാ രംഗങ്ങളിലും വലിയ കുഴപ്പങ്ങൾക്ക് നിമിത്തമായി എന്നാണ് പറയുന്നത്. അതാണ് ആമുഖമായി ഓതിവച്ച വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ പ്രവർത്തിച്ചതിൻ്റെ ചിലത് അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി തന്നെയാണിത് എന്നുള്ളത്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രകൃതി ദുരന്തത്തിനും ഇങ്ങനൊരു വലിയ ചരിത്രമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ രംഗത്ത് മനുഷ്യരുടെ വലിയ ഉണർവും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ട് എത്രയോ വർഷങ്ങളായി. 977 180 ലോകരാഷ്ട്രങ്ങൾ ജപ്പാനിൽ ഒരുമിച്ച് കൂടുകയും ഈ ആഗോളതാപനത്തിന് നിമിത്തമാകുന്ന എല്ലാ പരിപാടികളും നമ്മൾ ക്രമീകരിക്കണമെന്ന് അവർ ഒരു പ്രതിജ്ഞ എടുത്ത് പിരിയുണ്ടായി. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. 2009 159 അല്ലെങ്കിൽ 50 രാജ്യങ്ങൾക്ക് പകരം 200ഓളം രാജ്യങ്ങൾ അതിൽ അംഗങ്ങളാവുകയും അവർ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ ഇതേ പ്രതിജ്ഞ തന്നെയും വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. പക്ഷെ ഓരോ പ്രതിജ്ഞകൾ കഴിയുമ്പോഴും, ഓരോ കരാറുകൾ കഴിയുമ്പോഴും അതിൻ്റെ ഗുണഫലം ലോകത്തുണ്ടാവുന്നില്ല എന്നതാണ്. 2018 ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള വിദ്യാർത്ഥിനി സ്വീഡിഷ് പാർലമെന്റിന്റെ മുമ്പിൽ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തത്തെ സംബന്ധിച്ച് വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. ലോകം ഉറ്റുനോക്കിയൊരു പ്രസംഗമായിരുന്നു അത്. മില്യൺ കണക്കിന് ആളുകൾ തത്സമയം തന്നെ അത് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയും പ്രശ്നങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾ കൂടുതൽ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള അവരുടെ വെപ്രാളമാണ്. കുറേ ആളുകളുടെ ആഡംബരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെയൊക്കെയും പരിണിത ഫലം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ലോകത്ത്, നമ്മുടെ പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ കാർബണിൻ്റെ അളവ് വളരെ കൂടുതലായി ഉണ്ടാകുന്നു. അതുണ്ടാകാനുള്ള കാരണം മനുഷ്യർ ആ രംഗത്ത് കാണിക്കുന്ന തെറ്റായ ജീവിതക്രമങ്ങളാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. അതൊക്കെ നമ്മളുടെ സമ്പന്നതയുടെ സിമ്പലുകളായി മാറുകയാണ്. എന്നാൽ ഒരേ സ്ഥലത്ത് തന്നെ ഒരാൾക്ക് പോകുന്നതിന് അതിന് വലിയ ചെലവുള്ള 4 ചക്ര വാഹനം തന്നെ പോകണമെന്നില്ല. എല്ലാവരും അത്തരം വാഹനങ്ങളുമായി
അപകടങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല, ഇതെല്ലാം നിർഗളിക്കുന്ന ഈ പുകകളൊക്കെ തന്നെയും നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവിനെ കൂട്ടുമെന്നുള്ളതാണ്. ഹരിതവാതകങ്ങളെ ഇവിടെ തന്നെ നിലനിർത്താൻ സൂര്യനിൽ നിന്ന് വരുന്ന ആ ജ്വാലകൾ അല്ലെങ്കിൽ സൂര്യരശ്മികൾ, ആ ചൂടുകൾ തിരിച്ചു പോകാതിരിക്കാൻ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ കാർബണിന്റെ അളവുകൾ ഭൂമിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർ കാണിക്കുന്ന ഈ തെറ്റായ സമീപനത്തെ അള്ളാഹുവും അവന്റെ പ്രവാചകനും ഏതു വിധത്തിലാണ് കാണുന്നത്? എക്കാലഘട്ടത്തിലേക്കും യോജിക്കുന്ന നിയമങ്ങളാണ് അള്ളാഹുവും അവന്റെ പ്രവാചകനും വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. ആ നിലയിൽ അതുമായി നമുക്കുള്ള ബന്ധം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, മനുഷ്യർ കൈയാളുന്ന ഭക്ഷ്യരംഗത്തുള്ള അവരുടെ തെറ്റായ കാഴ്ചപ്പാടുകളാണ്. പലപ്പോഴും നമ്മളിത് പറഞ്ഞു, ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, അതൊക്കെയും മനുഷ്യരുടെ തെറ്റായ ഭക്ഷണ രീതിയെ സംബന്ധിച്ചാണെന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അമേരിക്കയിലെ പ്രൊഫഷണലായിട്ടുള്ള സ്കോളറാണ് ഇബ്രാഹിം അബ്ദുൽ മത്തീൻ എന്ന് പറയുന്നതാണ്. അദ്ദേഹം പ്രവാചകന്റെ ഒരു ഹദീസ് വചനം ബുഖാരി ഉദ്ധരിക്കുന്ന അദ്ദേഹം എടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തൻ്റെ കൂടെയുള്ള കുട്ടികൾക്ക് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, സമ്മില്ലാഹി തആല, അള്ളാഹുവിന്റെ നാമത്തിൽ നീ തിന്നു തുടങ്ങുക. വക്കുൽ യമീനിക് വക്കുൽ മിമ്മാ യലീക്, നീ നിന്റെ വലത് കൈ കൊണ്ട് തിന്നുക. വക്കുൽ മിമ്മാ യലീക്, നിന്റെ ഭാഗത്ത് നിന്ന് തിന്നുക. വക്കുൽ മിമ്മാ യലീക് എന്നതിന് ഇബ്രാഹിം അബ്ദുൽ മത്തീൻ പറയുന്നു, അതൊരു വലിയ ആശയമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മനുഷ്യർ അവരുടെ സഞ്ചാര പഥങ്ങൾ ഭൂഖണ്ഡങ്ങൾ താണ്ടിയും ലോകം അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലേക്ക് കൂടിയും വ്യാപരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഓരോരുത്തനും അവനവന്റെ ഭാഗത്ത് നിന്ന് തിന്നാനാണ് പറയുന്നത്. നമ്മൾ യൂറോപ്യന്മാർ കഴിക്കുന്ന ഭക്ഷണം ആ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ മാറുമ്പോൾ, പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും സമ്പന്ന കുടുംബങ്ങളിലെ ഷെയ്ഖുമാര് കഴിക്കുന്നത് തന്നെ ഞാൻ കഴിക്കണം, ഞാനും എൻ്റെ മക്കളും ഈ സമ്പന്നതയിൽ ഞങ്ങളത് കഴിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ തെറ്റായ ഒരു ജീവിതക്രമത്തെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. പ്രവാചകന്റെ വാക്കിൽ പ്രവാചകൻ പറഞ്ഞത് ഓരോരുത്തരും അവനവൻ അരികിലുള്ളത് തിന്നണം എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഗോ ഗ്ലോബൽ, നിങ്ങൾ ഗ്ലോബ് മുഴുക്ക സഞ്ചരിച്ചു കൊള്ളുക. സ്റ്റേ ലോക്കൽ, നിങ്ങൾ നിൽക്കേണ്ടത്, നിങ്ങളുടെ ഭക്ഷണ വിഭവങ്ങൾ നിങ്ങൾ തേടേണ്ടത് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും ആയിരിക്കണമെന്ന് പറയും. ഇതൊരു വലിയ മൂവ്മെന്റായി മാറി എന്നുള്ളതാണ്. സ്വാശ്രയശീലം ആ വചനത്തിലൂടെ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തിന്നുന്നിടത്ത് അല്ലെങ്കിൽ കുടിക്കുന്നിടത്ത് ഒരു കൃത്യമായ ക്രമീകരണം ഉണ്ടാക്കണമെന്നുള്ളത് അള്ളാഹുവും അവന്റെ പ്രവാചകനും കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മറ്റൊന്ന്, കൃഷിയും അതേപോലെ തന്നെയുള്ള മറ്റു കാര്യങ്ങളുമായിട്ടുള്ള മനുഷ്യന്റെ സമീപനത്തെ സംബന്ധിച്ചാണ്. ആ ജോലിയൊക്കെ നമ്മൾ എത്രയോ മുമ്പ് നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു. തൂമ്പ തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ ഒരു അപരിഷ്കൃത സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പ്രമാണങ്ങൾ അതിനോട് എത്രമേൽ അടുത്തു നിൽക്കുന്നു. തരിശായി ഭൂമിയുള്ള ഒരാൾ തരിശായിടുന്നത് അത് പാപമായി കാണുകയാണ്. അങ്ങനെ പറയാൻ കെൽപ്പുള്ള ഒരൊറ്റ മതമേ ലോകത്തുള്ളത് ഇസ്ലാമാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് അങ്ങനെ തരിശായിടുന്ന ഭൂമികൾ ആര് കൃഷിയോഗ്യമാക്കുന്നോ അവർക്ക് പതിച്ചു നൽകുമെന്ന് അദ്ദേഹം പറയണ്ടായി. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, മൻ അഹിയ മൈത്തത്തിൻ ഫഹിയ ലഹു, ആരാണോ നിർജീവമായ ഭൂമിയെ ജീവസുറ്റതാക്കിയത് എങ്കിൽ ആ ഭൂമി അവനുള്ളതാണ് എന്ന ഹദീസാണ് അതിന് നിദാനമായിട്ട് വരുന്നത്. അപ്പോൾ ഭൂമിയെ സജീവമാക്കുക, ഭൂമിയിൽ കൃഷി ചെയ്യുക എന്നുള്ളത് ഇസ്ലാമികമായ സംസ്കാരത്തോട് ഏറെയും യോജിച്ചൊരു ഭാഗമാണ്. നോക്കൂ നിങ്ങൾ, ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസുണ്ട്. ലാ യദ്ഖുലു ഹാദൽ ബൈത്തു ഖൗമിൻ ഇല്ലാ അദ്ഖലഹുൽ ദുല്ല, കൃഷി ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ ഒരു വീട്ടിൽ അതിങ്ങനെ എടുത്തു വച്ചുകൊണ്ടിരുന്നാൽ ആ വീട്ടിൽ അല്ലാഹു നിന്ദ്യത കുടിയിരുത്തുമെന്നാണ് പറയുന്നത്. ഒരു പണിയും ചെയ്യാതെ തൂമ്പയും കലപ്പയും ഒക്കെ അവിടെ ചാരി വെച്ചുകൊണ്ട് അതിലെ ആളുകൾ ഇങ്ങനെ സുഖലോലുപരായി കഴിഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യവും നിന്ദ്യതയും ആ വീട്ടിൽ കുടിയിരുത്തുമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലാണ്. അപ്പൊ അത്തരം ജീവിത ശൈലികളോട് ഇസ്ലാമിന് എന്തുമാത്രം ബന്ധമുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതേപോലെ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്, അമിതമാകരുത്
ഇസ്രാഫ് കാണിക്കരുത് എന്ന് പറയുന്നത്. ഒരു കാര്യത്തിലും അമിതത്വം പാടില്ല. അത് സംസാരമായാൽ പോലും. സംസാരമല്ലേ, 5 പൈസയുടെ ചെലവില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചൊറചൊറാന്ന് പറയുന്ന ആളെപ്പോലും അള്ളാഹുവിൻ്റെ റസൂല് വിലക്കി. വൈദ്യുതി ലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആവശ്യമുള്ളിടത്ത് മാത്രം ലൈറ്റ് ഇടുക എന്നുള്ളതാണ്. ഇന്ന് എൻ്റെയും നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അവസ്ഥ എന്താണ്? എത്ര ലൈറ്റാണ് വീട്ടിലുള്ളത് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഒരു പുതിയ വീട് ഈ കാലത്ത് കുടിയിരുന്നു കഴിഞ്ഞാൽ എത്ര ബൾബ് അവിടെ പ്രകാശിക്കുന്നു എന്ന് വീട്ടുടമയ്ക്ക് അറിയില്ല. അതിനു മാത്രം ബൾബുകളും സൗകര്യങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ അന്തരീക്ഷ താപത്തിൻ്റെ നിലവാരം അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രികൾ ഉയർത്തുന്നതിന് നിമിത്തമാണ്. നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതൊക്കെയും അമിതമായൊരു രീതിയിലേക്ക് പോകുന്നത്. ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറ അറാഫിലെ 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വകുലൂ വശ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാകരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമാകുന്ന ഒരാളെയും അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നുള്ളത്. 977 നമുക്കുണ്ടായിരുന്ന വനമേഖലയുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ 40% കുറഞ്ഞു എന്നുള്ളതാണ്. 60% വനം വെട്ടിമാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയുന്നത്. ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അള്ളാഹുവിൻ്റെ റസൂല് മറ്റു ശത്രുക്കളുമായി ആക്രമണത്തിൽ പോകുന്ന സൈനികർക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ അവിടെയും പ്രവാചകൻ പറയുന്നുണ്ട്, ഫലവൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത് എന്നുള്ളത്, കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത് എന്നുള്ളത്. അത് കൃത്യമായ ഇസ്ലാമിൻ്റെ പാഠമാണ്. ശത്രുക്കളോട് പോലും അങ്ങനെ പാടില്ല എന്നുള്ളത്. മരം നടുകയും വളർത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ കാമ്പയിനായി മാറിയപ്പോൾ ഇവിടെ ഉണ്ടായ പുകില് ചില്ലറയല്ലായിരുന്നു. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഫിറ്റായി നമ്മൾ ചെയ്യേണ്ടുന്ന നമ്മളുടേതായ ഉത്തരവാദിത്തമായി നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുള്ളൊരു ഭാഗമാണ് പറയുന്നത്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ, ഏതൊരു മുസ്ലിമായ മനുഷ്യൻ ഒരു മരം നടുകയോ ഔ യസ്റഅ സറഅൻ, അതല്ലെങ്കിൽ ഒരു വിത്ത് വിതക്കുകയോ ചെയ്താൽ ഫൽയകുൽ മിൻ ത്വയ്റൻ, അതിൽ നിന്ന് ഏതെങ്കിലും പക്ഷികൾ ഭക്ഷിച്ചു കൊണ്ടുപോയാൽ, ഔ ഇൻസാനൻ ഔ ബഹീമ, അതല്ലെങ്കിൽ മനുഷ്യർ അപഹരിച്ചാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ജന്തുജാലങ്ങൾ ഭക്ഷിച്ചാൽ, ഇല്ലാ കാന ലഹു ബിഹി സദഖ, അത് അവൻ്റെ പേരിൽ സ്വതക്കയായിട്ടല്ലാതെ രേഖപ്പെടുത്തുകയില്ല എന്ന്. എനിക്ക് നിങ്ങൾക്കും ആ കോളത്തിൽ വരവ് വഹിക്കാൻ നമ്മൾ എന്താ നട്ടിട്ടുള്ളത്? ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എല്ലാ ജൂൺ മാസവും 5-ാം തീയതി നമ്മുടെ മക്കളുടെ കയ്യിൽ സ്കൂളുകളിൽ നിന്നൊക്കെ ഓരോ വൃക്ഷത്തൈകളൊക്കെ കൊടുത്തയക്കും. അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അതെങ്ങനെ ഉമ്മറത്തിരുന്ന് ഉണങ്ങി വാടിപ്പോവുക എന്നല്ലാതെ അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് തൻ്റെ മകനെ കൊണ്ടോ മകളെ കൊണ്ടോ വയ്പ്പിച്ച് അത് അവരെ കൊണ്ട് തന്നെ നനപ്പിച്ച് ആ ഒരു സംസ്കാരം ഇസ്ലാമുമായി വലിയ ബന്ധമുള്ളതാണ് എന്ന് നമുക്ക് പോലും ബോധ്യമല്ല. നമ്മുടെ ഇസ്ലാമികമായ വിവരം അത്രമേൽ കുറവാണ് എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഇൻ ഖാമത്തിസ്സാഅ, ഒരാൾക്ക് അന്ത്യനാൾ എന്നുള്ള സംഭവം അടുത്തായിരിക്കുന്നു. വബിയദിഹി അഹദുക്കും ഫസീല, അയാളുടെ കയ്യിലാകട്ടെ ഒരു ചെറിയ വൃക്ഷത്തൈയുണ്ട് എന്ന് വിചാരിക്കുക. ഫനിസ്തതാഅ അല്ലാ യഖൂമ ഹത്താ യഗ്രിസഹ ഫൽയഫ്അൽ, അവൻ സാധിക്കുമെങ്കിൽ ആ വൃക്ഷത്തൈ അവൻ നട്ടുകൊള്ളട്ടെ. അന്ത്യനാളായി, ഇനി അതിൽ മേന്നൊരു പ്ലാവോ അല്ലെങ്കിൽ ചക്കയോ മാങ്ങയോ ഉണ്ടായിട്ട് തിന്നാൻ ഇവിടെ ആരുമില്ല. ലോകം അവസാനിക്കാൻ പോവാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം അത്തരം സന്ദർഭങ്ങളിൽ പോലും ചെയ്യാതെ വച്ചു മാറരുത് എന്നാണ് പ്രവാചകൻ ഉപദേശങ്ങളിലൂടെ നൽകുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര ഗംഭീരമായിട്ടാണ് ഇസ്ലാം, എത്ര വാചാലമായിട്ടാണ് ഈ രംഗങ്ങളിലൊക്കെയും പറയുന്നു എന്നുള്ളത്. കാലാതിവൃത്തിയായിട്ടുള്ള ഒരു മതമാണ് നമ്മുടേത്. കാലഘട്ടം പിന്നിടുമ്പോൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മതത്തിൻ്റെതായ ചില നിർദ്ദേശങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഈ കടമകളെല്ലാം വിസ്മരിക്കാൻ പാടില്ലാത്തവനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോടൊക്കെയും പ്രതിബദ്ധതയുള്ളവരായി ഞാനും നിങ്ങളും ജീവിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.